ഉപ്പൂപ്പൻ്റെ പേരെന്ത്? അസനപ്പ. അസനപ്പാണ് നമ്മളെ കാത്തിർച്ചാൻ്റെ ഉപ്പൂപ്പൻ്റെ പേര്. ആര്? കാതിർച്ചാൻ്റെ ഉപ്പൂപ്പ ഒരു കോടീശ്വരനായിരുന്നു. ഹലോ, കട്ടായി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ചാച്ചാൻ്റെ പേരിലാണ്. ഫുള്ള് അടിപൊളി വീടാണ് ചാച്ചാൻ്റെ. എല്ലാ പേരിൽ ബെല്ലല്ല ഉള്ളത്, എല്ലാ പേരിൽ പുറത്ത് ഫോനാണുള്ളത്. കോളാക്കിയിട്ട് ഉള്ളിൽ കയറണം. ഫുള്ള് സിസ്റ്റമാണ്. അങ്ങനെ അളമ കാര്യമായ ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് എന്നോട് പറയുന്നത്, കലിച്ച കുറച്ച് ലോങ് വീഡിയോ ആക്കുക, ആപ കലിച്ച ഷോർട്ട് വീഡിയോ ആണ്, കണ്ണ് ചിമ്മിറ്റ് തുറക്കുമ്പോൾ നിങ്ങളെ വീഡിയോ തീർന്നിട്ടാണ് കലിച്ച, കുറച്ച് ലോങ് ആക്കിയ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇട്ടത്. ആ വ്ളോഗ് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വക മെസ്സേജ്, കലിച്ച ഇണിയുമ്പാണ് കലിച്ച, പ്രാങ്ക് വീഡിയോ ആക്കി കലിച്ച, വ്ളോഗ് ആക്കി കലിച്ച, ഷോർട്ട് വീഡിയോ ആക്കല്ല ലോങ് വീഡിയോ ആക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇന്ന് വ്ളോഗിൽ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്ത് ടോപ്പിക്കില്ലേ എൻ്റെ കാതിർച്ചാക്ക് പ്രാങ്ക് കൊടുത്തതെന്താമോ, കാതിർച്ചാനെ പ്രാങ്ക് ആക്കിയല്ലേ എന്താന്ന്. അപ്പോൾ കാതിർച്ചാക്ക് ഒരു പ്രാങ്ക് കൊടുക്കാം, ചെറിയ പ്രാങ്ക്. സക്സസ് ആവില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട് കാതിർച്ചാക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോകുന്നുണ്ട് ഞാൻ. ഓക്കെയാ? അപ്പോൾ ഞാനൊരു പാട്ട് പാടി, എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. ഓക്കെ? എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ വേഴാമ്പൽ കിളിയാണു നീ, എൻ്റെ പൊന്നാമ്പൽ പൂവാണു നീ, എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. അപ്പോൾ നമ്മൾ വീഡിയോ യൂട്യൂബിൽ മാത്രമല്ല അപ്ലോഡ് ആയിക്കൊണ്ടുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആയിക്കൊണ്ട്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ആയിക്കൊണ്ട്, മോജോ, ഷെയർ ചാറ്റ്, എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മളെ ടീം കട്ടായി ഉണ്ട്. ഓക്കെ? അപ്പോൾ യൂട്യൂബിൽ മെസ്സേജ് ആക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID ടീം കട്ടായാണ്. മെസ്സേജ് ആക്കാനോ താല്പര്യം ഉണ്ടല്ല ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ട് എന്നോട് മുണ്ടാ സംസാരിക്കുക എന്നുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം, തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ? അല്ലെങ്കിൽ നമുക്ക് പ്രാങ്ക് കണ്ടന്റ് നിങ്ങളടുത്തുണ്ടാ, കലിച്ച നിങ്ങളെ പ്രാങ്ക് ചെയ്യണോ, ഇങ്ങനെ ആരെ പ്രാങ്ക് ചെയ്യേണ്ടത് എല്ലാം എന്നോട് നിങ്ങൾ പറഞ്ഞാൽ മതി, പേഴ്സണലായിട്ട് വന്നിട്ട്. അപ്പോൾ ടീം ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ടീം കട്ടായി. അപ്പോൾ എല്ലാവരും ഫോളോ ആക്കണം. ഇപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോ, അതായത് യൂട്യൂബിലുള്ള കണ്ടൻറ്റ് ഇൻസ്റ്റാഗ്രാമിലില്ല, രണ്ടിലും രണ്ട് തരാണ്. അങ്ങനെ ഞാനിപ്പോൾ കൃഷ്ണൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ തുടക്കം, നമ്മളെ മൈൻ ലൊക്കേഷനാണ് നമ്മളെ കൃഷ്ണൻ്റെ വീട്. കൃഷ്ണണ്ണാ ഏറാമാ, കൃഷ്ണണ്ണാ ഇവിടെ നോക്കിയേ, തിരക്കിലാണോ? അപ്പോൾ ആർക്കും നമുക്ക് തുന്നാൻ നല്ല മോഡൽ തുന്നാനുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കൃഷ്ണനെ തുന്നി തരുന്നവ എന്ത് മോഡൽ വേണമെങ്കിൽ. ഇപ്പം ഏത് പുതിയ മോഡൽ തുന്നുന്നത്? ജിൽജില്ല. അപ്പോൾ കാതിർച്ചാക്കൊരു പ്രാങ്ക് കൊടുക്കാം ഇന്ന് വ്ളോഗിൽ. എന്ത് ടോപ്പിക് ഇന്ന് കിട്ടിയിട്ടാ. അങ്ങനെ ഞാനിപ്പോൾ കാതിർച്ചാൻ്റെ പരിക്കെത്തി. ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ കാതിർച്ചയില്ല. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ടൗണിലേക്ക് പോയി. അങ്ങനെ ഞാൻ കാതിർച്ചാക്ക് കോളാക്കിയിട്ട് ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ കാതിർച്ച പറഞ്ഞു ഞാനിപ്പോൾ ടൗണിലുണ്ട്, ഇപ്പം ഞാൻ പേരെയാണ്. അങ്ങനെ കാതിർച്ചാൻ്റെ 15 ലക്ഷം റുപ്യൻ്റെ ബൈക്കിലാണ് കാതിർച്ച പോയിട്ടുള്ളത് ടൗണിലേക്ക്. എന്തുകൊണ്ട് കാതിർച്ച ഇപ്പം പേര് നോക്കാം. കാതിർച്ചാക്ക് നമുക്ക് പ്രാങ്ക് കൊടുക്കാൻ കഴിയുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്കിതൊരു ബ്ലോഗായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ? അങ്ങനെ കാതിർച്ചാൻ്റെ അയബൂസ ബൈക്കിൽ വരുന്നുണ്ട്. അങ്ങനെ കാതിർച്ച ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ടൗണിലേക്ക് പോയിട്ട് വന്നതാണ്. അപ്പോൾ എന്ത് ബിസിനസ് എന്ന് നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ, ഞാൻ ബ്ലോഗിൽ പറഞ്ഞിരുന്നു, വീണ്ടും ഒന്ന് പറഞ്ഞു കൊടുക്കി എന്താണ് ബിസിനസ്? അടുക്ക കച്ചവടം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഷോപ്പ് ഉണ്ട്? രണ്ട് ഷോപ്പ്. ഏടല്ല ഇപ്പോൾ ഉള്ളത്?
ഒന്ന് ഗാന്ധിനഗരത്ത്, ഒന്ന് ഗാന്ധിനഗരത്ത്, പിന്നെ ഒന്ന് കുറച്ച് കട്ടൻ്റെ അടുത്ത്. കട്ടൻ്റെ അടുത്ത്. വേറെ ഇടം പുറത്ത് ഇടം കൊണ്ടാ? ഇല്ല ഇല്ല, വേറെ ഏത് ജില്ലയിലില്ലല്ലോ. എൻ്റെ ഷോപ്പുള്ളത്? 2 ഷോപ്പ്. പണ്ടത്തെ ഷോപ്പ് ഉണ്ടായി? പണ്ട് ഒരു 30 ഷോപ്പ് ഉണ്ടായി കേട്ടിട്ടുണ്ട്. ഇല്ല, ഒരു 16. അതിപ്പോ ഇല്ല, എല്ലാം നഷ്ടമായി. നഷ്ടം ആൾക്കാരാക്കിട്ടാകുമ്പോ എല്ലാം നഷ്ടമായി. പണ്ട് കുറെ ഉണ്ടായല്ലോ, ഇപ്പൊ പോയി. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മാസം വരുമാനം 50,000 രൂപ ഇങ്ങനത്തെ ബ്ലോഗിൽ പറഞ്ഞില്ല. പണ്ട് എത്ര ഉണ്ടായി മാസം വരുമാനം? പണ്ട് 2 ലക്ഷം എല്ലാം ഉണ്ടായി. 2 ലക്ഷം എല്ലാം ഉണ്ടായി. 2 ലക്ഷം അത്ര തന്നെ. 16 ഷോപ്പിന്റെ വരുമാനം എല്ലാം കഴിച്ചിട്ട്, ശമ്പളം അതെല്ലാം കഴിച്ചിട്ട് 2 ലക്ഷം. 2 ലക്ഷം അല്ല, പണ്ടത്തെ വലിയ കോടീശ്വരനാണ്. അപ്പോ കാതിർ ചാക്ക് കുറെ പയ്യുണ്ടായി സ്വന്തമായിട്ട്. ജെർസി എത്ര ഉണ്ടായി? 20 ഉണ്ടായി. 20 ജെർസി ഉണ്ടായി. അതെല്ലാം ഇപ്പൊ ആളില്ല നോക്കാൻ. അല്ലേ? അപ്പൊ എത്ര ലിറ്റർ പാല് കെട്ടിക്കൊണ്ടായി? 20 ജെർസിയില് 40 ലിറ്റർ. ഓരോന്നും 2 ലിറ്റർ അത്രേ അത് കിട്ടും ചേർത്ത്. വന്നിട്ടുണ്ട്. അപ്പോ ഈ എത്ര പയ്യ ഉണ്ടായത്? 20 പയ്യും 40 ലിറ്റർ. തിന്നാന്ന് കൊടുക്കുന്നില്ല? പുണ്ണാക്കന്ത് അപ്പൊ എന്തില്ല, കാട്ടിൽ പോയിട്ട് മേഞ്ഞിട്ട് വരുന്ന. ഇപ്പൊ കാടുമില്ല, ആൾക്കാർ കൊത്തിട്ട് ബിൽഡിംഗ് എല്ലാം ആയിട്ട് ഇതെല്ലാം തോട്ടം ജാഗയായി. അതുകൊണ്ട് കാടില്ല, അതിനെല്ലാം വിറ്റ് ഒന്നും വേണ്ട. അപ്പൊ നമ്മ കാതിർച്ചാന്റെ പഴയ കാലഘട്ടം ചോദിച്ചു നോക്കാം. അപ്പോഴത്തെ പണ്ടത്തെ ജീവിതം എങ്ങനെ ഉണ്ടായി? കാതിർച്ചാക്ക് എന്തെല്ലാം കലക്ഷൻ ഉണ്ടായി? കലക്ഷൻ ഉദ്ദേശിക്കുന്നത് കാതിർച്ചാക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം ഉണ്ടായിന്ന്. അപ്പൊ കുറെ ആടുണ്ടായിന്ന് ഞാൻ കേട്ടിന്. നേരെ കാതിർച്ച കോഴി ഉണ്ടായി, ആടുണ്ടായി. എത്ര ആടുണ്ടായി? ഒരു ഏകദേശം 10 ആടുണ്ടായി. അത്ര തന്നെയാ? 10 ആട്. കോഴി എത്ര ഉണ്ടായി? 20 കോഴി. ആട് എന്താക്കി? ആട് കൊടുത്താ കൊടുത്തു. ആട് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിന? ആടിന് ലാഭം. എങ്ങനെ ലാഭം എന്ന് ഉദ്ദേശിക്കുന്നത്? കുഞ്ഞിട്ടിട്ട് ജാസ്തിയാണ്. അങ്ങനെ പിന്നെ അതിന്റെ കുറെ സമയം പോയിട്ട് പിന്നെ അതിനെ വിറ്റ് അത് ആവില്ല. അപ്പൊ വിൽക്കാൻ അപ്പൊ അതായത് നിങ്ങൾ ഈ ബിസിനസ് തന്നെ നോക്കാൻ കഴിയുന്നില്ല. പിന്നെ അപ്പൊ അതിന് ആട് നോക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടേ. വേറെ ആള് ജാഗക്ക് പോയെങ്കില് പറയും. അപ്പൊ കാതിർച്ച ഈ ഇന്ത്യത്തിന്റെ ഉള്ളില് എങ്ങോട്ടെല്ലാം കറങ്ങാൻ പോയിന് അതെല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം. എവിടക്കല്ല പോയി കാതിർച്ച? കേരള പോയിന്, കർണാടക, കൊടക്, പിന്നെ ബോംബെ. അല്ല, ഇങ്ങ കർണാടക എന്ന് പറഞ്ഞല്ലേ? പിന്നെ കൊടക് ഇതില് പറയുന്നത് കർണാടക തന്നെയല്ലേ കൊടകുള്ളത്? ഒന്ന് പറഞ്ഞാൽ മതി. കാതിർച്ചാന്റെ ഉപ്പൂപ്പ ഒരു കോടീശ്വരനായിരുന്നു. കാതിർച്ചാന്റെ ഉപ്പൂപ്പാനടുത്ത് എത്ര പൈസ ഉണ്ടെന്ന് കാതിർച്ചാന്റെ ഉപ്പൂപ്പക്ക് അറിയില്ല. അത്ര പൈസ ഉണ്ടായിരുന്നു. എത്ര സ്വത്തുണ്ട്, എത്ര സ്ഥലമുണ്ട് എന്ന് കാതിർച്ചാന്റെ ഉപ്പൂപ്പക്ക് അറിയില്ല. അത്ര വലിയൊരു കോടീശ്വരനായിരുന്നു. കാതിർച്ചാന്റെ ഉപ്പൂപ്പാന്റെ പേരെന്താണ്? അബ്ബാസ് ച ഉപ്പൂപ്പ. അല്ല, അബ്ബാസ് ഉപ്പൂപ്പ. പണ്ടത്തെ വലിയൊരു കോടീശ്വരനായിരുന്നു. അപ്പൊ ഏതോ കാറുണ്ട് ഞാൻ കേട്ട പോലെ ഉപ്പൂപ്പാന്റെ അടുത്ത്. ബെൻസ് കാർ ഉപ്പൂപ്പാക്കുണ്ടായിരുന്നു. അപ്പൊ ആർക്കും ഫ്രീ കൊടുത്തു കേട്ട പോലെ. എന്തിനു ഫ്രീ കൊടുത്ത ഉപ്പൂപ്പ? പെട്രോൾ ഇടാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഉപ്പൂപ്പ ഫ്രീ കൊടുത്തു കാർ. അത്ര വലിയൊരു കോടീശ്വരനായിരുന്നു. അപ്പൊ ഉപ്പൂപ്പ ബിരിയാണി തിന്നാൻ എടുക്കാൻ പോകുന്ന കേട്ട പോലെ ഹെലികോപ്റ്ററില് മുംബൈക്കാ. അപ്പൊ ഹെലികോപ്റ്ററിൽ കേറുന്നിടുന്നു അല്ല, ഹെലികോപ്റ്റർ ഉദ്ദേശിക്കുന്ന എന്ത്? മാങ്ങാന്റെ എന്ത് കാലത്തെ വിശേഷല്ലോ? എന്റെ ഉപ്പൂപ്പ വലിയൊരു കോടീശ്വരനായിരുന്നു. എന്റെ ഉപ്പൂപ്പാന്റെ ബെഡ്റൂമിലില്ലേ 16 AC ഉണ്ടായി. എത്ര AC? 16 AC. എൻ്റെ ഉപ്പൂപ്പാക്ക് സ്വന്തമായിട്ട് 999 കാറ്, അത് ലാക്സറി കാറ്. എൻ്റെ ഉപ്പൂപ്പ മൂത്ര വയ്ത്താന് രാജസ്ഥാനിക്ക് പോയിക്കൊണ്ടായത് റേഞ്ച് റോവറിലെ കാറില്. ഈ കാറില് റേഞ്ച് റോവറിലെ കാറില് എൻ്റെ ഉപ്പൂപ്പ സുള്ളെത്തുന്ന രാജസ്ഥാനിക്ക് പോയിക്കൊണ്ടേ മൂത്ര വയ്ത്താന്. അത്ര വലിയൊരു കോടീശ്വരനായിരുന്നു. 16 AC ഉണ്ടായി ഉപ്പൂപ്പാന്റെ ബെഡ്റൂമിൽ. 16
ചാലുണ്ടായോ? 16 AC ഫുൾ ഓൺലുണ്ട്. ഫുൾ ഓൺലുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ മണി കുറേ വ്ളോഗ് ചെയ്യും കേട്ടാ. കുറേ ആൾക്കാർ പറയുന്നത് വ്ളോഗ് വേണം എന്നല്ല കഥച്ചാ, ചെറിയ വീഡിയോ വേണ്ട, ലോങ് വീഡിയോ വേണം ഇങ്ങനെ കുറേ ആൾക്കാർ എന്നോട് മെസ്സേജിൽ പറയുന്നത് കഥച്ചാ. അതുകൊണ്ട് ഇനി തൊട്ട് നമ്മൾ വ്ളോഗ് ചെയ്യൂ, പ്രാങ്ക് വീഡിയോ ചെയ്യൂ. ഇന്ന് ഞാൻ കാതർച്ചാനെ പ്രാങ്ക് എന്താ അറിയാം കാതർച്ച ഞങ്ങൾക്ക് അറിയാല. അപ്പൊ നമ്മക്ക് പ്രാങ്ക് വീഡിയോ ആയിട്ട് നമ്മൾ വരും. എന്താ കാതർച്ച ഫസ്റ്റ് ഞാൻ പ്രാങ്ക് ആക്കുന്നത് കാതർച്ചനായിരിക്കും. ഇന്ന് പ്രാങ്ക് ആക്കാൻ പോയത് കാതർച്ചനെ മാത്രം. അത് കഴിഞ്ഞിട്ടാണ് പ്രാങ്ക് എന്ന് വെച്ചിട്ട് കാതർച്ചക്ക് എന്തെന്ന് അറിയാല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി പ്രാങ്ക് ചെയ്യും. എന്തെന്ന് കാതർച്ച ചെയ്യുമല്ലേ? അപ്പൊ നമ്മളെ കാതർച്ചാണ്, നമ്മളെ മുത്താണ്. നമ്മളെ കാതർച്ചാന്ന് പറയുമ്പോ നമ്മളെ മുത്താണ്. എന്ത് പ്രാങ്ക്? അപ്പൊ കാതർച്ച നമ്മളെ മുത്താണ് അല്ല കാതർച്ച? അപ്പൊ ഇന്നൊരു വീഡിയോ കോമഡി വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മണ്ടായി മാത്രം ഇന്നലെ ഒന്ന് ചെയ്തല്ല കാതർച്ച. അത് പായിട്ട് ഇനി ആഴ്ചക്ക് 3 വീഡിയോ ഉണ്ടാവും കോമഡി വ്ളോഗ്. ഡെയിലി ഉണ്ടാവും. ഓക്കെ. പിന്നെ ഡെയിലി നമ്മൾ കോമഡി ചെയ്യുമ്പോൾ അത് റീച്ച് ഉണ്ടാവുന്നില്ല, മനസ്സിലായ? പായുന്നില്ല. ആഴ്ചയിൽ 3 ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ വെയിറ്റിംഗ് ആക്കും. ആൾക്കാർ വെയിറ്റിംഗ് വേണം. ഡെയിലി ചെയ്യുമ്പോൾ അതൊരു മജയില്ല കാതർച്ച. പിന്നെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ട് കലിച്ച നിങ്ങൾ എന്തോ ഒരു ചേലായിന്, കലിച്ച എന്തോ ഒരു പാങ്ങ്, കലിച്ചാൻ്റെ കണ്ണെന്തോ ഒരു പാങ്ങ്. അപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജ് ഇടുന്നു. അപ്പൊ കലിച്ചാൻ്റെ മുഞ്ചിലെ സീക്രട്ട് എന്തെന്ന്. അപ്പൊ എന്റെ മുഞ്ചിന്നല്ലേ ഞാൻ ബിയ കടന്നിട്ട് ഉറങ്ങുന്നു. 8:30 മണിക്ക് ഞാൻ കടന്നിട്ട് ഉറങ്ങുന്നു. 9 മണിൻ്റെ ഉള്ളിൽ ഞാൻ കടന്നിട്ട് ഉറങ്ങുന്നു. കാലത്തെ സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ എണിക്കുന്നു. അതാണ് എന്റെ മൊഞ്ചിന്റെ സീക്രട്ട്. പിന്നെ ഞാൻ പാങ്ങല വെള്ളം കുടിക്കുന്നത്. നിങ്ങൾക്ക് മുഖം നല്ല ഗ്ലോ ആണെങ്കിൽ പാങ്ങല വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കും. അതാണ് എന്റെ മൊഞ്ചിന്റെ സീക്രട്ട്. അതാ അപ്പൊ അങ്ങനത്തെ എല്ലാ കഥല്ലേ. കാപ്പിപ്പൊടിയില്ല നല്ലത് മൂഡ് ഗ്ലോ ആവാൻ. അപ്പൊ എല്ലാവരും കാപ്പിപ്പൊടി മൂട്ടയ്ക്ക് തേക്കാം. ഓക്കെ. കാതർച്ച എന്തോ ചെല്ലാൻ പോകുന്നുണ്ട്. എന്താ പറഞ്ഞാൽ കാപ്പിപ്പൊടി തേക്കണ്ട, കാപ്പിപ്പൊടി മഞ്ഞപ്പൊടി. ഇപ്പൊ വെറും കാപ്പിപ്പൊടി തേച്ചെന്തോ പിന്നെ ഉറുമ്പ് വരും മൂട്ടേക്ക്. കാപ്പിപ്പൊടി ഭയങ്കര പവർ ആവേ. കാപ്പിപ്പൊടി മൂട്ട കഴിച്ചിട്ടില്ലേ? ഇപ്പൊ കാതർച്ച ഇങ്ങനെ സൗന്ദര്യമായത്, കാതർച്ച ഋത്തിക് റോഷൻ ആയത് തന്നെ ഈ കാപ്പിപ്പൊടി കഴിച്ചിട്ടാണ് അല്ല കാതർച്ച? ഇപ്പം കാതർച്ചാണ് ചോദിച്ചോട്ടെ ആൾക്കാർ, കാതർച്ച നിങ്ങളെ മൊഞ്ചിന്റെ സീക്രട്ട് എന്ത്? കാതർച്ച നിങ്ങളെ മൊഞ്ചിന്റെ സീക്രട്ട് എന്തെന്ന്? കാപ്പിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്തോ ഒരു പൊടി ഉണ്ടായി, കടലപ്പൊടി ഇതെല്ലാം തേച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വെളുത്തത്. ഞാൻ അങ്ങനല്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വെള്ളം കുടിക്കണം. അത് വെച്ചാൽ ഈ ഉറങ്ങുന്നത് ടൈം ടു ടൈം ഉറങ്ങണം, ടൈം ടു ടൈം ഫുഡ് കഴിക്കണം. ഞാൻ 8:30 മണിയാകുമ്പോൾ കടന്നിട്ട് ഉറങ്ങുന്നു. 8:30 മണിക്ക് ഞാൻ കടന്നിട്ട് ഉറങ്ങിയിട്ട് കാലത്ത് എണിക്കുന്നത് സുബൈ ബാങ്ക് കൊടുക്കും. സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണിക്കുന്നത്. അതായത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ എണിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതൊരു ആൾക്കാർ 12:30 നല്ലത്. പിന്നെ എന്തെങ്കിലും ഐസ് ഞാൻ കട്ടൻ ചായ ആക്കുന്നതിൽ മാത്രമല്ല സ്പെഷ്യൽ, ചക്കുളി ആക്കുന്നതിൽ ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ഐസ് ഞാക്കിയ ചക്കുളിയാണ്. ഈ ചക്കുളി ഉണ്ടാക്കിയത് ഇതിൽ കൊണ്ടറിയോ? കടലപ്പൊടിയിൽ മൈദപ്പൊടിയിൽ എന്തെല്ലാം ഉണ്ടാക്കിയത്, ഡാൽഡ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയത്, ഒട്ടകത്തിൻ്റെ കറല് കൊണ്ടുണ്ടാക്കിയ ചക്കുളിയാണ്. ഭയങ്കര ടേസ്റ്റാവേ. ഈ ചക്കുളി എന്തുകൊണ്ടുണ്ടാക്കിയ കാതർച്ച? ഇതെന്തുകൊണ്ടുണ്ടാക്കിയ ചക്കുളി? അതാ അരിപ്പൊടി ഇത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ചക്കുളിയാണ്. നല്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചക്കുളി എങ്ങനെ ആക്കുന്നേ? ഇത് എനിക്ക് എന്തെല്ലാം ഇടുന്നു ഇങ്ങനെ ചക്കുളി ആക്കാന്? മെയിനായിട്ട് ഇതിന്റെ ഇതെല്ലാം ഒട്ടകത്തിന്റെ കൊടലല്ലേ? കാതർച്ചാന്റെ കുറെ ആൾക്കാർ മെസ്സേജ് ഇട്ടാണ് പറയുന്നത് കാതർച്ചാന്റെ ഫേവറേറ്റ് ഫുഡ് എന്തെന്ന്. അപ്പൊ കാതർച്ചാന്റെ ഫേവറേറ്റ് ഫുഡാണ് കൽത്തപ്പം അല്ല കാതർച്ച? പണ്ട് എങ്ങനെ കാതർച്ച കൽത്തപ്പം ഉണ്ടായിക്കൊണ്ടേത്? നല്ല ചട്ടിയില് അല്ല ഉള്ളി ഇട്ടിട്ട് അതിന്റെ പുട്ട് വെച്ചിട്ട് അതിന്റെ മീത്ത ഡബ്ബി വെച്ചിട്ട് അതിന്റെ മീത്ത നിറുപ്പ്. ഇപ്പോഴത്തെ കൽത്തപ്പം എന്ത്? ഇംഗ്ലീഷ് കൽത്തപ്പം അല്ല കാതർച്ച? ദോശ ചട്ടിക്ക് വിട്ടുവിടുന്ന ദോശ ഇത് കൽത്തപ്പം റെഡി. പണ്ടല്ലോ മാമാന്റെ ഒരു കൽത്തപ്പം തിന്നും തന്നെ 16 കൽത്തപ്പന്റെ പവറാണ്. ഒരു കൽത്തപ്പം ഒന്നും തന്നെ ഭാരം പറഞ്ഞു. ഇപ്പോഴത്തെ ഈ പെണ്ണുങ്ങളെ അല്ല 25 കൽത്തപ്പം ഒന്നും ഭാരം പറയുന്നില്ല. ഇതെന്ത് ദോശ പോലെ ഉള്ളത്? തെരുപ്പ് വാങ്ങില്ല. അത് തേങ്ങ നീരുള്ളി എല്ലാം കുറിച്ചിട്ട് ചൂടാകുമ്പോ വിട്ട് വെച്ച് പിന്നെ മോൾക്ക് തീടാണ്ട് ഡബ്ബി വെച്ച് നല്ല ടേസ്റ്റ്. ഇപ്പഴത്തെ ഇംഗ്ലീഷ് ഫുഡ് കാതർച്ച. ഇപ്പോഴത്തെ ഫുഡ് മജയില്ല. അതന്നെ
ഫുൾ കെമിക്കൽ. അതന്നെ എല്ലാം ഇംഗ്ലീഷ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കാത്തവരെല്ലാം ഫോളോ ആക്കണോ. ആർക്കെങ്കിലും മെസ്സേജ് ആക്കാൻ ആഗ്രഹമെല്ലാം ഉണ്ടെങ്കിൽ, നല്ല കണ്ടന്റ് എല്ലാം ഉണ്ടെങ്കിൽ, എങ്ങനെ നമ്മൾ പ്രാങ്ക് ആക്കണം എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ഇട്ട് പറയാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ടീം കട്ടായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ നമ്മൾ വ്ളോഗ് വേണ്ടപ്പ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? വേണ്ടപ്പ വേണ്ടപ്പ ബ്ലോഗ് വേണ്ടപ്പ നമ്മൾ വ്ളോഗ് വേണ്ടപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ വ്ളോഗ് നാളെ അല്ല കദർച്ചാ, നാളെ കാര്യമായ വ്ളോഗായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ആയിരിക്കണം. നിങ്ങളുടെ ദുആയിലല്ലോ നമ്മളെല്ലാം ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മളെ ദുആയിൽ നിങ്ങളെല്ലാം ഉൾപ്പെടുത്തും. അതെ, അപ്പോൾ സബ്സ്ക്രൈബ് ആക്കാത്തവരെല്ലാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളെല്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ആക്കിയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്ലെയിൻ കിസ് ആക്കി കദർച്ചാ ഞാൻ പോലെ ടാറ്റ.